അവര് ജക്സിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഇത് ആക്രമണം അടിച്ചു വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഒരു ആന അത് വെറും ഒരു റൂമറായിട്ടുള്ള കാര്യമല്ല. അവിടെ എലിഫന്റ് സ്ക്വാഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഫോട്ടോ എടുക്കേണ്ടത് ആവശ്യമാണ്, അത് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. മാധ്യമ ധർമ്മമാണ് ജക്സ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് മാധ്യമ ധർമ്മത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എലിഫന്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൊത്തം ഏതാണ്ട് ഈ അമ്പലപ്പറമ്പ് ഉത്സവപ്പറമ്പുകൾ മാത്രമല്ല നാട് മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവർക്ക് എന്താവാം എന്നുള്ളൊരു സാഹചര്യം ഇങ്ങനെ പൊതുവെ വരുന്നുണ്ട്. അവരാരും മെക്കിട്ട് കയറും, ചോദിക്കാൻ പാടില്ല, അവർക്ക് ഭയങ്കര അധികാരങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവര് പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും അവരുടെ ഒരു നിലപാട് അങ്ങനെയാണ്. അത് തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യമല്ല. ഈ നാട്ടിൽ നീതിയുണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ട്. അതിന് അർത്ഥം എല്ലാവരും പെടണം നമ്മള്. അങ്ങനെ ആ സമൂഹത്തിൽ അങ്ങനെ വരുമ്പോ അവർക്ക് മാത്രം പ്രത്യേക അധികാരമൊന്നുമില്ല. അതിക്രമം മാധ്യമ പ്രവർത്തനത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആനകൾ ഇടയുകയും അതൊക്കെ വാർത്തകൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഇന്നൊരു പത്രപ്രവർത്തകനെ തടഞ്ഞാലും ധാരാളം പത്രങ്ങളും ചാനലുകളും ഇന്ന് വാർത്തകൾ കൊടുക്കും. ഞാൻ ചെന്ന അവസരത്തിൽ തന്നെ ഞാൻ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്ന ആളാണ്. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ആളുകള് എന്നോടും സംസാരിച്ചു, ഇത് വാർത്ത കൊടുക്കരുത്, വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. മാധ്യമ പ്രവർത്തനത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സംഭവമാണത്. എന്തായാലും ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കരുത്. ഇതിനെതിരായിട്ട് കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരിന്ന് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറയാൻ കാരണം ആനയുടെ ഏക്കം കുറയുന്നുള്ളതിനാണ് വിഷയം. അപ്പൊ ഈ മതപ്പാടുള്ള ആനേനെ അവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മാധ്യമ പ്രവർത്തകന് നേരെ നടന്ന കയ്യേറ്റത്തിൽ പ്രതിഷേധം. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 2ാം ദിവസം എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആന ഭരതക്ഷേത്ര പരിസരത്ത് വെച്ച് ഇടഞ്ഞത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രസ് ക്ലബ് അംഗവും 24 ന്യൂസ് പ്രാദേശിക റിപ്പോർട്ടറും ജെഫേസ് മീഡിയ റിപ്പോർട്ടറുമായ ജെ ജക്സിനെയാണ് കയ്യേറ്റം ചെയ്തത്. ആനത്തൊഴിലാളികളുടെ പ്രവർത്തകരായ 20ഓളം പേരാണ് മാധ്യമ പ്രവർത്തകന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ തടഞ്ഞുവെക്കുകയും ബലമായി താക്കോലെടുക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രസ് ക്ലബ്ബ് ഇതു സംബന്ധിച്ച് ചാലക്കുടി ഡിവൈഎസ്പി, DGP, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ ചേർന്ന പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു, ട്രഷറർ KV ജയൻ, നഗരസഭാംഗം VJ ജോജി, വൈസ് പ്രസിഡന്റ് KG അനീഷ്, CK പോൾ, KJ ലിജോ, ജോഷി പടയാട്ടിൽ, PK ശങ്കർദാസ്, AV അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈകിട്ടോടെ മാധ്യമപ്രവർത്തകന് നേരെ ഭീഷണി ഉയർത്തുകയും കയ്യേറ്റം നടത്തുകയും ചെയ്ത ആനത്തൊഴിലാളി സംഘം പ്രസിഡന്റ് കാലടി ബിനുവിനെതിരെ പോലീസ് കേസെടുത്തു. കാരണം ആനയും അമ്പലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വരുന്നതാണ്. നമുക്ക് അവിടെ ആനയുണ്ട്, അല്ലെങ്കിൽ അമ്പലക്കാരാണ്, അല്ലെങ്കിൽ പള്ളിക്കാരാണെന്നൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വാർത്തകൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. വെടിക്കെട്ടിനോ അല്ലെങ്കിൽ ആന അടഞ്ഞാലോ ഒക്കെ സത്യസന്ധമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് ഒരു മതത്തിന്റെ ആളാണ്, ഞാനൊരു മതത്തിന്റെ ആളാണ്, നിങ്ങളൊക്കെ ഒരു മതത്തിന്റെ ആളായിരിക്കാം. പക്ഷെ ആ മതമൊന്നുമല്ല, അവിടെ ആപത്ത് നേരിടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവന്റെ രക്ഷയാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അമ്പലക്കാര് നമ്മുടെ ആളുകളോട് പത്രസമ്മേളനം നടത്തിയിട്ടൊക്കെ ശരി, പക്ഷെ വാർത്ത കൊടുക്കരുതെന്ന് ശരിക്കും അങ്ങനെ പറയാൻ അവർക്ക് അവകാശമില്ല. ഇപ്പൊ ഇത്ര സംഭവം വലിയൊരു സംഭവം തന്നെ നടന്നു കഴിഞ്ഞു. ഇത് ഇയാൾ കുത്തുകാരുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് കിട്ടി, കാലിന്റെ മേലെ ഉള്ള സ്ഥലത്ത് കുത്തിയിട്ട് പറഞ്ഞാൽ ഇയാൾ മരിച്ചൂല്ലേ. അപ്പൊ അത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അത് ഒട്ടും അതല്ല. ഇത് ഇവരുടെ പ്രത്യേക സാഹചര്യം ശരി കാലാവസ്ഥയില് ആനകളെ വളരെ വെയിലുള്ള സമയമാണ്, ഭയങ്കര ചൂട് കൂടിയിരിക്കുന്നത്, മനുഷ്യർക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ജീവികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ അതനുസരിച്ച് അതിന്റെ മുൻകരുതലൊക്കെ എല്ലാവരും സ്വീകരിക്കണം. ഈ ആനനെ വിടുന്ന ആളുകൾ പ്രത്യേകിച്ച് അപ്പൊ ആന അടയും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് മതപ്പാടിന്റെ ആ കാര്യങ്ങള് ഇവര് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ ഏകദേശം മനസ്സിലാവണേ. ഈ പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് മതപ്പാട് മാറാത്ത ആനകളെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.